പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഗ്ഫിറത്തിലേക്കും അതുവഴി അവൻ്റെ ജന്നത്തിലേക്കും വളരെ ധൃതിപ്പെട്ടു വരൂ എന്ന് പറയുന്നുണ്ട്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വ ജന്നത്തിൻ, അവൻ്റെ ജന്നത്തിലേക്കും. ആ ജന്നത്തിൻ്റെ ഡയമെൻഷൻ എത്രയാ, അതെത്ര വലുതാ. അർളുഹസ് സമാവാത്തു വൽ അർള്, ആകാശങ്ങളും ഭൂമിയും എത്രയുണ്ടോ അത്രയും വലിയ ജന്നത്തിലേക്ക്. ഉഇദ്ദത്തുലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടതാണ്. അങ്ങനത്തെ ജന്നത്തിലേക്ക് അവൻ്റെ മഗ്ഫിറത്തിലൂടെ നിങ്ങൾ വളരെ ധൃതിപ്പെട്ടു വരൂ എന്നാണ് അള്ളാഹു പറയുന്നത്. ജന്നത്തിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഖുർആനിലും ഹദീസിലും ഒരുപാടുണ്ട്. അത് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് അതിശയോക്തിയാണോ എന്ന് പോലും തോന്നിപ്പോകും. പക്ഷേ അങ്ങനെയൊന്നും തോന്നേണ്ട കാര്യമില്ല. ഈ പ്രപഞ്ചത്തെക്കുറിച്ച് അറിഞ്ഞാൽ തന്നെ നമുക്ക് ആ തോന്നൽ മാറിക്കിട്ടും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര വലിയ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത് അതിൽ വളരെ ചെറിയ ഭൂമിയിലെ വളരെ ചെറിയ സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്ന നമുക്ക് വേണ്ടിയാണ്. മനുഷ്യൻ്റെ ഭൂമിയിലെ സമയത്തെക്കുറിച്ച് പറയുന്നത്, ഭൂമിയിലെ ജിയോളജിക്കൽ ടൈം 24 മണിക്കൂറാണെങ്കിൽ 23-ാമത്തെ മണിക്കൂർ കഴിഞ്ഞ് 59-ാമത്തെ മിനിറ്റ് കഴിഞ്ഞ് ഏതാണ്ട് 50 സെക്കൻഡ് ആകുമ്പോഴാണ് ഐസ് ഏജ് തുടങ്ങുന്നത്. 24-ാമത്തെ മണിക്കൂറിൻ്റെ അവസാന നിമിഷം എന്ന് പറഞ്ഞാൽ സെക്കൻഡല്ല, എത്രയോ നാനോ സെക്കൻഡ് മാത്രമാണ് മനുഷ്യൻ ഇവിടെ വസിച്ചത്. മനുഷ്യൻ അത്ര ചെറിയ സമയം ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. മനുഷ്യൻ നിലകൊള്ളുന്ന സ്ഥലമോ അത് ഈ പ്രപഞ്ചത്തിൽ വളരെ ചെറിയ സ്ഥലമാണ്. ഈ ഭൂമിയിലുള്ള മുഴുവൻ പൊടിപടലങ്ങളും എടുത്തു കഴിഞ്ഞാൽ, എല്ലാ കടൽ തീരങ്ങളിലുള്ള പൊടിപടലങ്ങളും എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള ഒരു പൊടി എത്രയുണ്ടോ അത്ര പോലും ഇല്ല മനുഷ്യൻ വസിക്കുന്ന സ്ഥലം ഈ പ്രപഞ്ചത്തിൽ. പക്ഷെ അള്ളാഹു പറയുന്നത് ഖലക്കൽ അർള, ഭൂമിയെ അവൻ സൃഷ്ടിച്ചു, സുമസ്തവ ഇലസ്സമാ, പിന്നെ ആകാശത്തെയും സംവിധാനിച്ചു. ഒക്കെ ആർക്ക് വേണ്ടിയാണ് ചെയ്തത്? നമുക്ക് വേണ്ടിയാണെന്നാണ്. ഇവിടുത്തെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴും അള്ളാഹു പറയുന്നുണ്ട് മനുഷ്യന് വേണ്ടിയാണ് എന്ന്. അപ്പോൾ ഇത്ര വലിയ സംവിധാനം ഇവിടെ ജീവിക്കുന്ന മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, മനുഷ്യ സൃഷ്ടിപ്പിനൊക്കെ എത്രയോ മുന്നേ തന്നെ ഇതൊക്കെ സംവിധാനിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹു അവൻ്റെ ജന്നത്തിനെക്കുറിച്ച് അർളുഹസ് സമാവാത്തു വൽ അർളെന്ന് പറഞ്ഞത് അല്പം പോലും അതിശയോക്തിയല്ല. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് റസൂലെ സ്വർഗ്ഗം ഉണ്ടാക്കിയത്? അപ്പോൾ റസൂല് പറയും, സ്വർഗ്ഗം ഉണ്ടാക്കിയത് ലബിനത്തും മിൻ ഫില്ലത്തിൻ വ ലബിനത്തും മിൻ ദഹബ്, സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമാണ്. വ മിലാത്തുഹൽ മിസ്കുൽ അദ്ഫർ വ ഹസ്ബാഉ അല്ലുലു വൽ യാഖൂത്ത്, അവിടെയുള്ള കല്ലുകളൊക്കെ മുത്തുകളും പവിഴങ്ങളുമാണ്. മാത്രമല്ല അവിടെ ഭിത്തിയിലൊക്കെ തേച്ചിരിക്കുന്നത് കസ്തൂരിയാണ്. വ തുർബത്തുഹ സഅറഫാൻ, അവിടുത്തെ മണ്ണ് കുങ്കുമമാണ്. മൈ യദ്ഖുൽഹ യൻഅം വലാ യബ്അസ്, അവിടെ പ്രവേശിക്കുന്നവർക്ക് സുഖസൗകര്യങ്ങൾ മാത്രം, യാതൊരു പ്രയാസവുമില്ല. വ യുഖല്ലദ് വലാ യമൂത്ത്, അവരവിടെ മരിക്കുകയില്ല, എല്ലാ കാലവും ഉണ്ടാകും. ലാ തബ്ലാ സിയാബുഹും, അവരുടെ വസ്ത്രങ്ങൾ മുഷിയുകയില്ല. വലാ യഫ്ന ഷബാബുഹും, അവരുടെ യുവത്വം നശിക്കുകയില്ല. എന്നിട്ട് റസൂല് പറഞ്ഞു, സുമ്മക്കാൽ സലാസത്തുൻ ലാ തുറദ്ദു ദഅവത്തുഹും, 3 ആൾക്കാരുടെ പ്രാർത്ഥന അള്ളാഹു മടക്കില്ല. ഒന്നാമത്തത് അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരിയുടെ പ്രാർത്ഥന അള്ളാഹു കേൾക്കും. രണ്ടാമത്തത് വസ്വാഇമു ഹീന യുഫ്തിറു, നോമ്പുകാരൻ അവൻ നോമ്പ് മുറിക്കുന്ന സമയത്ത് നടത്തുന്ന പ്രാർത്ഥന അള്ളാഹു കേൾക്കും. മൂന്നാമത്തത് വദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന, അതും അള്ളാഹു കേൾക്കും. നോമ്പുകാരൻ്റെ പ്രാർത്ഥന അള്ളാഹു പ്രത്യേകം പരിഗണിക്കുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ അവൻ്റെ ജന്നത്ത് ചോദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്ന വ നഊദു ബിക മിനന്നാർ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.